എനിക്കിങ്ങനെ നിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ലേബല്ലാണ്ട് ശ്വാസം മുട്ടുന്നാണ്. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല. ആരെൻ്റെ പേര് നിൽക്കൂലാണ്. എനിക്കിങ്ങനെ കുറ്റം മാത്രം കേട്ടിട്ട് നിക്കാൻ കഴിയുന്നില്ല. ഓൻ ചെയ്താലും അതിന് കുറ്റം നിൽക്കുന്ന ആ സംശയവും ഓൻ ചെയ്യുന്നതിനൊന്നുമില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. എനിക്ക് ഇനിയും നിക്കണം. ഞാൻ മരിച്ചു എൻ്റെ ഉപ്പ് വരിയൂല. കുറെ ഓനിക്ക് സന്തോഷായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും വരിയൂല. എനിക്കത് എൻ്റെ ഉപ്പാനത്തെല്ലാം പറഞ്ഞു കൊടുക്കണാണ്. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. അതൊക്കെ പൊറുക്കാൻ കയ്യിലാണ്. ഓനങ്ങനെ സുഖിക്കണ്ടാണ്. അന്നെ ഇല്ലാണ്ടാക്കിയിട്ടും സുഖിക്കണ്ടാണ്. ഓരോന്ന് പറഞ്ഞ് പൊഴപ്പിച്ചു. വെറും 20 വയസ്സ് മാത്രം പ്രായമായ ഫാത്തിമ റിസ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കല്യാണം. മാർച്ച് മാസത്തില് ചെറിയ ഇഷ്യൂകൾ ഉണ്ടായിട്ട് ഭർത്താവിന്റെ വീട്ടുകാർ വന്നിട്ട് സോൾവ് ചെയ്ത കേട്ടോ. അതിനുശേഷം 4 ദിവസങ്ങൾക്ക് മുമ്പേ ആത്മഹത്യ ചെയ്തു. കല്യാണം കഴിഞ്ഞത് കഴിഞ്ഞ ജനുവരിയിലാണ്. ഈ കാണുന്ന ആളാണ് ഭർത്താവ് കേട്ടോ, അസീഫ് എന്നാണ് പേര്. ഇതുപോലെ എത്ര കേസുകളാണ്. സാധാരണയായിട്ട് ഇതുപോലെ ഒരു കേസ് വരുമ്പോൾ ഒരാഴ്ചയൊക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ന്യൂസുകളിലൊക്കെ. വേറൊരു കേസ് വരുമ്പോൾ പിന്നെ ഇതിന്റെ ഒരു അഡ്രസ്സും ഇല്ല അല്ലേ. ഇതുപോലെ എത്ര കേസുകളാണ്. സത്യം പറഞ്ഞാൽ മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ അവൻ വേറെ കല്യാണം കഴിച്ചു പോകില്ലേ. ഈ കാര്യങ്ങളൊന്നും അവിടെ ഓർമ്മ ഉണ്ടാവില്ല. ഇതുപോലുള്ള ആളുകൾക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇനി ഒരിക്കലും ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ എന്നുള്ള ന്യൂസ് നമ്മൾ കേൾക്കാൻ പാടില്ല അല്ലേ.